ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻഡെക്സ് ആണ് കേട്ടോ. അപ്പോൾ 2022, 2021, 2020 ഇൻഡെക്സുകളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2021 നമ്മൾ ഈ വാല്യൂസ് ഒക്കെ ഒന്ന് പഠിക്കുക, എന്നിട്ട് അത് വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക. 2022 ആണെങ്കിലും 2020 ആണെങ്കിലും ഒക്കെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പോൾ ഇത് അത്യാവശ്യം ഈ നമ്പേഴ്സൊക്കെ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് കണക്ട് ചെയ്തൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറ്റുന്ന രീതിയിലൊക്കെ കണക്ട് ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണേ. ആദ്യം തന്നെ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം ഞാൻ പറഞ്ഞ 2021 കേട്ടോ. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 142. എത്രയാണ്? 142. അപ്പോൾ എങ്ങനെയാണ് ആലോചിക്കുന്നത്? നമ്മൾ ഈ പ്രസ് എന്ന് പറയുമ്പോണ്ടല്ലോ, നമ്മൾ ഈ 4നെ അങ്ങ് പ്രസ് ചെയ്ത് 2 ആക്കി മാറ്റി എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് 142 എന്നുള്ള രീതിയിൽ ഒന്ന് ഓർക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ പ്രസ് എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോ, ഈ പ്രസ്സിനൊക്കെ ഫ്രീഡം കിട്ടുമോ? നോ വേ എന്നുള്ള രീതിയിൽ ആലോചിച്ചൂടെ? ഒരിക്കലും ഒരു വഴിയില്ല അല്ലേ പ്രസ്സിനൊക്കെ ഫ്രീഡം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എല്ലാ ദിവസവും ന്യൂസ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതല്ലേ. അപ്പോൾ അങ്ങനെ പ്രസ്സിന് ഫ്രീഡം കിട്ടില്ല, നോ വേ. അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക, നോർവേ കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യം വന്നിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ നോർവേ ആണ്. അടുത്തത് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് അനുസരിച്ചിട്ടുള്ള. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 142 നമ്മൾ 2021 ആയിട്ടാണ് കണക്ട് ചെയ്ത് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ 2022 നോക്കുക 150. അപ്പോൾ ഇവിടെ കൂടി. പിന്നെ 2020 142. അപ്പോൾ അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു റേഞ്ചും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നോളും. അടുത്ത് നോക്കാം, വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടാണ്. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 2021 കേസാട്ടോ ഞാൻ പറയുന്നത്. ഇന്ത്യയുടെ സ്ഥാനം 139 ആണ്. ഫസ്റ്റ് വന്നിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഫിൻലാൻഡ് ആണ് കേട്ടോ. ഏതാണ്? ഫിൻലാൻഡ് ആണ്. അപ്പോൾ ജസ്റ്റ് ആലോചിച്ചു, നമ്മുടെ 139 എന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ നമ്പറാണ്. അപ്പോൾ നമ്മൾ റെയിൽവേ അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ പോയപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയായി, നമ്മളൊരു ടൂറൊക്കെ പോയി, അങ്ങനെയൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ 2021 ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 139 ആണ്. ഫസ്റ്റ് വന്നിട്ടുള്ളത് ഫിൻലാൻഡ് ആണ്. ഓക്കെ. 2022 ഇതുപോലെ തന്നെ ഫിൻലാൻഡ് തന്നെയാണ്, പക്ഷേ 3 കുറഞ്ഞേക്കാണ് അല്ലേ, 136 ആയിട്ടുണ്ട്. അടുത്ത് നോക്കാം, ഇൻക്ലൂസീവ് ഇൻ്റർനെറ്റ് ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം 49 ആണ് കേട്ടോ. ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇൻക്ലൂസീവ് ഇൻ്റർനെറ്റ് ഇൻഡെക്സിനകത്തുള്ള ഇന്ത്യയുടെ സ്ഥാനം 49 ആണ്. അതിൽ ഫസ്റ്റ് വന്നിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ സ്വീഡൻ ആണ് കേട്ടോ. സ്വീഡൻ. അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കണം, നമ്മുടെ ഇൻ്റർനെറ്റൊക്കെ നമ്മൾ വീട്ടിലിരുന്നിട്ടാണ് നമ്മൾ ചെയ്യണമെന്നുള്ള രീതിയിൽ സ്വീഡൻ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. ഗ്ലോബൽ സൈബർ സെക്യൂരിറ്റി ഇൻഡെക്സിലെ 2021 ഇന്ത്യയുടെ സ്ഥാനം 10 ആണ്. ഫസ്റ്റ് വന്നിട്ടുള്ളത് USA ആണ് കേട്ടോ. ഒന്ന് പഠിച്ചു വയ്ക്കണേ. ഗ്ലോബൽ സൈബർ സെക്യൂരിറ്റി ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം 10ഉം ഫസ്റ്റ് വന്നിട്ടുള്ളത് USA ആണ്. അടുത്തത് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിലെ 2021 ഇന്ത്യയുടെ സ്ഥാനം 90 ആണ്. ഫസ്റ്റ് വന്നിട്ടുള്ള രാജ്യം ജപ്പാനാണ്. അപ്പോൾ ജസ്റ്റ് ഓർത്തോളൂ, നമ്മുടെ പാസ്പോർട്ട് എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, പാസ്പോർട്ട് നമ്മളൊരു 90 വയസ്സൊക്കെ ആകുമ്പോഴേക്കും മിക്കവാറും പാസ്പോർട്ടൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് പോകും, മരിച്ചു പോകും എന്നുള്ള രീതിയിലൊക്കെ വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് 90 അവിടെ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ പാസ്പോർട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പാൻ കാർഡുമായിട്ടൊക്കെ ഒന്ന് വെറുതെ കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ജപ്പാനാണ് ആദ്യം വന്നിട്ടുള്ള രാജ്യം. അതേപോലെ തന്നെ 2022 ഏതാ 83 ആണ് കേട്ടോ. ഒന്ന് പഠിച്ചു വയ്ക്കണത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2022 ചോദിക്കുകയാണെങ്കിൽ 83 ആണ്. ജപ്പാൻ തന്നെയാണ് നമ്മുടെ ആദ്യത്തെ രാജ്യം. ഓക്കെ. ഇതൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം കേട്ടോ, എന്നാലേ നമ്മുടെ മെമ്മറിയിൽ നിൽക്കുകയുള്ളൂ. അടുത്തത് ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ 2021 ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 135 ആണ് കേട്ടോ. എത്രയാണ്? 135. അപ്പോൾ ജസ്റ്റ് ആലോചിച്ചു, നമ്മുടെ 135 എന്ന് പറയുമ്പോൾ 1 ആണെങ്കിലും 3 ആണെങ്കിലും 5 ആണെങ്കിലൊക്കെ ഓഡ് നമ്പേഴ്സ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സമാധാനം, ഭയങ്കര പീസാണെന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. അല്ലെങ്കിൽ നമ്മളെല്ലാം കൂടി ഇരുന്ന് പഠിക്കണ്ടേ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, 135. അതുപോലെ തന്നെ ആദ്യം വന്നിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഐസ്ലാൻഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഐസുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിയുമ്പോൾ ഭയങ്കര ഒരു സമാധാനം തോന്നില്ലേ. അങ്ങനെയൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യുക. ഐസ്ലാൻഡ് ആണ്. 2022 139 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോഴും നമുക്ക് സമാധാനം വരുമല്ലേ, കാരണം ഇതും ഈ പറഞ്ഞ പോലെ ഓഡ് നമ്പേഴ്സാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് വെറുതെ കണക്ട് ചെയ്തൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക കേട്ടോ. അടുത്തത് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിനകത്തുള്ള ഇന്ത്യയുടെ സ്ഥാനമാണ് 10 ആണ് കേട്ടോ. 10. 2021 ആണെങ്കിലും 2022 ആണെങ്കിലും 2020 ആണെങ്കിലൊക്കെ 10 ആണ്. അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യും? ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് അല്ലേ. നമ്മുടെ പെർഫോമൻസ് ഇൻഡെക്സ് ഒക്കെ ഏറ്റവും നന്നായിട്ട് വരുന്നത് ഏത് ക്ലാസ്സിലാണ്? പെർഫോമൻസ് ഒക്കെ ഏറ്റവും നന്നായിട്ട് വരുന്നത് ഏത് ക്ലാസ്സിലായിരിക്കണം? 10ാം ക്ലാസ്സിലല്ലേ. അപ്പോൾ 10ഉമായിട്ടൊന്ന് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ 3 എണ്ണവും 10 ആലോചിക്കുക. അതുപോലെ തന്നെ പെർഫോമൻസിനകത്ത് നമുക്ക് നല്ല മാർക്ക് കിട്ടുന്നുള്ള രീതിയിൽ ഓർക്കുക. അപ്പോൾ ഡെൻമാർക്കും അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. അടുത്ത എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ്, എക്കണോമിക് പൈസ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സിംഗപ്പൂരുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ 2021 121, 2022 131 എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക.
വേൾഡ് കോമ്പറ്റീഷൻ ഇൻഡെക്സ് ഭയങ്കര കോമ്പറ്റീഷനാണ്. ആരൊക്കെ തമ്മിലാണ്? 4ഉം 3ഉം തമ്മിലാണെന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. അപ്പോൾ അതിൽ ആദ്യം വന്നിട്ടുള്ള രാജ്യം സ്വിറ്റ്സർലാൻഡാണ്. നമ്മുടെ സ്വിഫ്റ്റ് കാറിൽ നല്ല കോമ്പറ്റീഷൻ ആണെന്നൊക്കെ ഓർത്ത് വയ്ക്കുക. അടുത്ത് നോക്കാം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടാണ്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 120 ആണ്. ആദ്യം വന്നിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഫിൻലാൻഡ് ആണ് കേട്ടോ. ഒന്ന് പഠിച്ചു വയ്ക്കണം. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇന്ത്യയുടെ സ്ഥാനം 120 ആണ്. ആദ്യം വന്നിട്ടുള്ള രാജ്യം ഫിൻലാൻഡാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, നല്ല ഡെവലപ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഫൈൻ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഫിൻലാൻഡുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിലെ 2021 ഇന്ത്യയുടെ സ്ഥാനം 87 ആണ് കേട്ടോ. 87 ആണ്. ആദ്യം വന്നിട്ടുള്ള രാജ്യം സ്വീഡൻ ആണ്. ഓക്കെ, എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എനർജിയൊക്കെ കിട്ടുന്നത് നമ്മുടെ വീട്ടിലാണെന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ. വീട്, സ്വീഡൻ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്പർ ഒന്ന് പഠിച്ചു വയ്ക്കണം. 87 ആണ് കേട്ടോ. 87 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം 87. ആദ്യം വന്നിട്ടുള്ള രാജ്യം സ്വീഡൻ. ഗ്ലോബൽ ഫുഡ് സെക്യൂരിറ്റി ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം 2021 71. അത് പഠിക്കണേ. നമ്മുടെ PSC ബുള്ളറ്റിനിലൊക്കെ കൊടുത്തിട്ടുള്ളൊരു ഫാക്റ്റാണ്, തീർച്ചയായിട്ടും പഠിക്കുക. ഗ്ലോബൽ ഫുഡ് സെക്യൂരിറ്റി ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം 71. എങ്ങനെ ആലോചിക്കാൻ പറ്റും? ഫുഡ് സെക്യൂരിറ്റി അല്ലേ. അപ്പോൾ ഫുഡിനൊക്കെ സെക്യൂരിറ്റി വരുന്ന രീതിയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ആലോചിച്ചോ, ഇതേപോലൊരു ടേബിൾ ഉണ്ട്. നമ്മൾ ഫുഡ് ഈ ടേബിളിൽ ഇരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ. ടേബിളിൻ്റെ സൈഡ് വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്, നമ്മളിവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം. അങ്ങനെ നമുക്ക് 7ഉം 1ഉം തമ്മിലൊന്ന് കണക്ട് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ 71 ആണെന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഗ്ലോബൽ ഫുഡ് സെക്യൂരിറ്റി ഇൻഡെക്സിലെ 2021 ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 71 ആണ്. അതുപോലെ തന്നെ നമ്മൾ ഫുഡൊക്കെ ഇട്ട് കഴിക്കുന്നത് ഒരു എന്താ പറയുക, ഒരു അയൺ പ്ലേറ്റിലാണെന്നോ അങ്ങനെയൊക്കെ വെറുതെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അയർലാൻഡ് ആണ് കേട്ടോ. ഏതാണ്? അയർലാൻഡ് ആണ് ആദ്യം വന്നിട്ടുള്ള രാജ്യം. അടുത്ത് നോക്കാം, ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 101 ആണ്. ആദ്യം വന്നിട്ടുള്ള രാജ്യം ബെലാറസ് ആണ്. അപ്പോൾ ഹങ്കർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിശപ്പ് ആലോചിക്കാമല്ലോ. അപ്പോൾ ഈ വിശപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ 100% അല്ല, നമ്മൾ 101% ആക്റ്റീവ് ആവും എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ 101 എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഹങ്കറൊക്കെ വന്നു കഴിഞ്ഞാൽ, വിശപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബലമായിട്ട് എന്ത് കിട്ടിയാലും നമ്മൾ എടുത്ത് കഴിക്കും അല്ലേ. അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ബെലാറസ് കേട്ടോ. അടുത്ത് നോക്കാം, കറപ്ഷൻ റിസപ്ഷൻ ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം 85 ആണ് കേട്ടോ. അതൊന്ന് പഠിക്കണേ. കറപ്ഷൻ റിസപ്ഷൻ ഇൻഡെക്സ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 85 ആണ്. അതേസമയം ആദ്യം വന്നിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഡെൻമാർക്കാണ് കേട്ടോ. അപ്പോൾ ഈ കറപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാർക്കൊക്കെ കാണാതിരിക്കില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ആദ്യം വന്നിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഡെൻമാർക്കാണ്. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് അനുസരിച്ചിട്ട് 2021 ഇന്ത്യയുടെ സ്ഥാനം 46 ആണ്. ആദ്യം വന്നിട്ടുള്ള രാജ്യം സ്വിറ്റ്സർലാൻഡാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുന്നത് ഈ ഗ്ലോബൽ ഇന്നോവേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇന്നോവയായിട്ടൊക്കെ കണക്ട് ചെയ്തേക്കാം കേട്ടോ. കാർ ഇന്നോവയല്ലേ. അപ്പോൾ ഇന്നോവയിലൊക്കെ ഒരു 4 തൊട്ട് 6 വരെയുള്ള ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ വെറുതെ ഓർത്ത് വെച്ചേക്കാണ്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യും കേട്ടോ. 4 തൊട്ട് 6 ആൾക്കാർക്ക് വരെ ഇന്നോവയിൽ ഇരിക്കാൻ പറ്റും. അപ്പോൾ 46 എന്നുള്ള രീതിയിൽ ഓർക്കുക. അതുപോലെ തന്നെ ഇന്നോവ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വിഫ്റ്റ് അങ്ങനെ നമുക്ക് കാറുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. അങ്ങനെ സ്വിറ്റ്സർലാൻഡുമായിട്ട് ഓർത്ത് വെച്ചേക്കാണ് കേട്ടോ. അടുത്തത് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിനകത്ത് 2021 ഇന്ത്യയുടെ സ്ഥാനം 140 ആണ്. ആദ്യം വന്നിട്ടുള്ള രാജ്യം ഐസ്ലാൻഡാണ്. ഓക്കെ, അപ്പോൾ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ജസ്റ്റ് ആലോചിച്ചോളൂ. ഈ ജെൻഡർ തമ്മിൽ ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല. എപ്പോഴാണ്? ഭയങ്കര ഐസാണെങ്കിൽ അല്ലേ, നമ്മൾ ഭയങ്കര തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ പോകുകയാണെങ്കിൽ എല്ലാവരും അടുത്തടുത്തായിരിക്കില്ലേ ഇരിക്കുന്നത്. അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഐസ്ലാൻഡ് കേട്ടോ, അതാണ് ആദ്യം വന്നിട്ടുള്ള രാജ്യം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ടൂറൊക്കെ പോവുകയാണെങ്കിൽ ഐസുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു ഫാമിലിയിലെ 4 ആൾക്കാർ, ഇപ്പോൾ ഒരു 4 ആൾക്കാരുള്ളതെന്ന് വിചാരിക്കുക കേട്ടോ. ഒരു ഫാമിലിയിലെ 4 ആൾക്കാർ തമ്മിൽ ഗ്യാപ്പ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ 140 എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള കോഴ്സുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമായിരിക്കും. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ. ബൈ.